എന്നോട് വെറുക്കുന്ന മാറ്റാൻ്റെ നെഞ്ച് വളർത്താൻ എന്നോട് ചോദിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവരെ കൂടെ നിർത്തുന്നത്. അവരോട് തിരിച്ചു ചോദിക്കുക, എങ്ങനെയാണ് നിങ്ങൾ ഒഴിഞ്ഞു വെച്ചത്? ഞാൻ ഇത്ര പ്രാവശ്യം ഒഴിഞ്ഞു, ഞാൻ പറഞ്ഞതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത രീതിയിലായിരിക്കും ഒഴിഞ്ഞു വെച്ചിട്ടുണ്ടാവുക. പക്ഷെ എൻ്റെ മെക്കിട്ട് വന്നാൽ ഞാൻ ചെയ്യും, അത് വേറെ കാര്യം. താതാത്മ്യം പ്രാപിക്കുക എന്നുള്ള അവസ്ഥയാണ് ഉപാസന എന്ന് പറയുന്നത്. എനിക്ക് ഈ ഉത്തമ പൂജനോട് തീരെ താല്പര്യമില്ലാത്ത അവസ്ഥയാണ്. കാരണം അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്രവാദം, ഇപ്പം ഉപാസന എന്നൊക്കെ പറയുമ്പോൾ അതിൽ തന്നെ ഗുരുതി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് പുറമെ പറയാൻ പറ്റില്ലല്ലോ. എങ്കിലും നമ്മളിപ്പോ ഒരു സാധാ പുഷ്പാഞ്ജലി കഴിക്കുന്നതിനാണോ ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്നത്? ഏതാണ് പെട്ടെന്ന് എഫക്ട് ചെയ്യുന്നത്? കൂടുതലും കേട്ടിട്ടുള്ളത് ഇത്തരത്തിലുള്ളതിന് വേഗം എഫക്ട് കിട്ടും എന്നുള്ളതാണ്. അതിപ്പോ വേറെ ഒന്നുമല്ല, നിങ്ങൾക്കിപ്പോ ഒരു വേദന ഉണ്ട്, പക്ഷെ ഏറ്റവും നല്ല മെഡിസിൻ ആയുർവേദമാണ് അല്ലെ? സൈഡ് എഫക്റ്റുകൾ കുറവുള്ള, ഏറ്റവും കുറവുള്ളത് ആയുർവേദമാണ്. പക്ഷെ ഇപ്പൊ കയ്യോ കാലോ ഒടിഞ്ഞോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഭാഗം ഒന്ന് ചീന്തിപ്പോയി, അത് നല്ലൊരു മുറിവ്. ഈ മുറിവിന് നമ്മൾ ആയുർവേദം നോക്കാൻ നിൽക്കോ? ഇല്ല. അപ്പൊ ഇതേ എഫക്റ്റ് തന്നെയാണ് ഈ പൂജകൾക്കും മന്ത്രങ്ങളിലും ഒക്കെ വരുന്നത്. കാരണം ഈ എന്താ പറയാ, നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് നമ്മളുടെ കാര്യങ്ങൾ വരുന്നത്. ഇപ്പൊ നമ്മളെ ഉപദ്രവിക്കാൻ, ഇപ്പം ഏറ്റവും ചുരുങ്ങിയത് ഇപ്പം നരസിംഹസ്വാമിയുടെ എനർജി വെച്ച് കണ്ട് ഒരാൾ നിങ്ങൾക്ക് ഉപദ്രവം ചെയ്തു. അപ്പൊ നിങ്ങളിപ്പം സാധാരണഗതിയിൽ ഒരു ക്ഷേത്രത്തിലോ മറ്റോ പോയാൽ ആ ദോഷം തീർക്കാൻ പറ്റില്ല. കാരണം ആ ക്ഷേത്രത്തിന്റെ, ഇപ്പം നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആചാരങ്ങളൊക്കെ മാറ്റി, ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഗുരുതിയും കാര്യങ്ങളും ഒക്കെ മാറ്റിയിട്ട് അവലും വല്ലരും കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. അത് ശരിക്കും പവർഫുൾ ആയിട്ടുള്ള ഒരു അവസ്ഥയാണോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കിയാൽ മതി. ഇപ്പം നിങ്ങൾക്ക് മദ്യം കഴിക്കുന്ന ഒരാൾ, മദ്യമാംസാദികൾ കഴിക്കുന്ന ഒരാൾ, ഒരു ബ്രാഹ്മണൻ, അതായത് വെറും പച്ചക്കറി മാത്രം കഴിക്കുന്ന ഒരാൾ, ഈ രണ്ടാളുടെയും ശരീരപ്രകൃതി തന്നെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും അല്ലെ? നിങ്ങളുടെ ഈ കൂട്ടുകാരൻ രണ്ടുപേരും നിങ്ങൾക്ക് കൂട്ടുകാരാണ്. നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ ഈ ബ്രാഹ്മണനോട് നിങ്ങൾ പറയാണ്, അവൻ എന്നെ എങ്ങനെ ചീത്ത വിളിച്ചു, എനിക്ക് അവനോട് 4 വർത്താനം പറയണം, നീ എന്റെ കൂടെ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ എടുത്ത വഴിക്ക് പറയും, ഞാൻ എന്റെ അച്ഛനോടൊന്ന് ചോദിക്കട്ടെ. ഇത് എന്റെ അനുഭവം കൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. നേരെ മറിച്ച് ഈ കള്ളും വെള്ളമൊക്കെ കുടിച്ച് അത്യാവശ്യം കച്ചറയും കൊണ്ടാച്ചൊക്കെ ആയിട്ട് നടക്കുന്ന ഒരാളാണെങ്കിൽ, എടാ ബാബുവാ എന്താ ടൂൾസ് എടുക്കണ്ടേ, ഇതാ അവന്റെ ചോദ്യം. ഇതുപോലെ തന്നെയുള്ള രൂപവ്യത്യാസങ്ങളും ഭാവവ്യത്യാസങ്ങളും ദൈവത്തിലും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഗുരുതി ചെയ്യാറുണ്ട്, എനിക്കത് നടക്കുള്ളൂ. കാരണം അത് ദേവതയ്ക്ക് വേണം എന്നുള്ളത് ദേവതയുടെ ആവശ്യമാണ്. എനിക്ക് പറഞ്ഞു, അപ്പം ഞാൻ ഓരോരുത്തർക്കും ചെയ്തു കൊടുക്കുന്നത്, ഞാൻ പറഞ്ഞു ആദ്യമേ, ഞാൻ പഠിച്ചിട്ടല്ല ചെയ്യുന്നത്. എനിക്ക് അങ്ങനെ ഒരു തോന്നലുകളായിരിക്കും. ഇപ്പൊ അങ്ങനെ പറയുന്നത് അസുഖം. കാരണം ഇതിന് ഇപ്പൊ നെഗറ്റീവ് പറയുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ടാവും. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എന്റെ അനുഭവമാണ് ഞാൻ ഈ പറയുന്നത്, അല്ലാതെ മറ്റൊരാളുടെ നിന്ന് പഠിച്ചതോ അല്ലെങ്കിൽ ഒരാൾ പറയണം മൃത്യുഞ്ജയം ചെയ്തു കഴിഞ്ഞാൽ ജീവൻ രക്ഷിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അനുഭവമാണ്. പക്ഷെ ഇതൊന്നും ചെയ്യാതെയും ജീവൻ രക്ഷിക്കാൻ പറ്റും എന്നുള്ളത്, വേറൊരു കർമ്മത്തിലൂടെ ജീവൻ രക്ഷിക്കാൻ പറ്റും എന്നുള്ളത് എന്റെ അനുഭവമാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു അംഗീകരിച്ചോളണമെന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു രീതി പറഞ്ഞത്. കാര്യങ്ങൾ കൂടുതലായിട്ട് നടക്കുന്നത് എപ്പോഴും ഈ എന്താ പറയാ, ശക്തികർമ്മങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ്. ശക്തികർമ്മം എന്നാണ് ഇതിന് കൂടുതലും പറയുന്നത്. ശക്തിയോട് കൂടി തന്നെയാണ് അത് ചെയ്യുന്നത്. ഇപ്പം ഈ വ്യത്യാസം തന്നെയാണ് ദേവതയ്ക്കും വരുന്നത്. കാരണം ഈ 2 വ്യക്തികളിൽ ഉണ്ടായ വ്യത്യാസങ്ങൾ എന്താണോ അത് തന്നെ ദേവതയിലും വരും. മനസ്സിലായോ? കാളിയെ പൂജിക്കുന്ന രീതിക്ക് പൂജിച്ചാൽ കാളി കാളിയായിട്ടും അല്ലെങ്കിൽ അമ്മയായിട്ടും ഇരിക്കും. അമ്മ മക്കളെ തല്ലുന്നതും പുറമേ നിന്നൊരാൾ വന്ന് തല്ലുന്നതും വ്യത്യാസം അല്ലേ? ആ വ്യത്യാസം പോലെ ഇരിക്കും ഈ രൂപങ്ങളും. കാരണം ഞാൻ എപ്പോഴും ഗുരുതിയിലാണ് കൂടുതലും ചെയ്യുന്നതും എന്റെ കർമ്മങ്ങളാണ് ഞാൻ ഏറ്റവും കൂടുതൽ എടുക്കുന്നത്. കാരണം എനിക്ക് ഈ ഉത്തമ പൂജനോട് തീരെ താല്പര്യമില്ലാത്തൊരവസ്ഥയാണ്. കാരണം അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ അനുഭവമാണ്, അതേ ഞാൻ പറയുന്നുള്ളൂ. എന്റെ വിശ്വാസം, എന്റെ അനുഭവമാണ് എനിക്ക് എപ്പോഴും വലുത്. ഇപ്പോ കാളി ഉപാസന മാത്രമേ ഉള്ളൂ? എനിക്ക് ഉപാസന എന്ന് പറയുന്നത് കാളിയെ തന്നെയാണ്. മറ്റു മൂർത്തികൾ സേവാമൂർത്തികളായിട്ട് പല ഭാവങ്ങളിലും ഉണ്ട്. കാരണം അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. ഉപാസന എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അങ്ങനെയാണ്. കാരണം താതാത്മ്യം പ്രാപിക്കുക എന്നുള്ള അവസ്ഥയാണ് ഉപാസന എന്ന് പറയുന്നത്. അതായത് ഞാൻ എന്താണോ അത് തന്നെ അവൾ എന്താണോ അത് തന്നെ ഞാനും എന്നുള്ളൊരു തലത്തിലേക്ക് വരും. അപ്പൊ ഒന്നിൽ കൂടുതൽ ആളുകളെ എടുക്കാൻ പറ്റില്ലല്ലോ, എനിക്കൊരു പേഴ്സണാലിറ്റി ഉണ്ടാവുള്ളൂ. അത് ആ കാളി ഭാവത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞു. അല്ല, ഇപ്പൊ നമ്മൾ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും കാളിയെ വെച്ച് തന്നെയാണ് ചെയ്യുന്നത്? അല്ല, കാളിയെ വെച്ച് നമ്മൾ കർമ്മം വളരെ കുറവാ ചെയ്യാം. കാരണം എന്താ പറയാ, നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ദേവതയെ അവസാനം ഇറക്കുന്ന ഒരു രൂപമാണ്
ഉണ്ടാവാം. പക്ഷെ എങ്കിലും കാളിയെ തന്നെ വിളിക്കാറുണ്ട്. പക്ഷെ അതിൽ തന്നെ കാളിയിൽ പല ഭാവങ്ങളും ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഏത് കാളി ഇറങ്ങും എന്നുള്ളത് കണ്ടറിയുന്ന വേണം. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ചില കർമ്മങ്ങളൊക്കെ ചെയ്താൽ ആ സമയത്ത് തന്നെ നമുക്ക് അതിന്റെ എഫക്റ്റ് കിട്ടുന്നുണ്ട്. നേരത്തോട് നേരം തന്നെ പറയാം, അതിൻ്റെ ഉള്ളിൽ തന്നെ എഫക്റ്റ് കിട്ടുന്നുണ്ട്. ഏറ്റവും കൂടുതൽ പെട്ടെന്ന് അറിയില്ല ചോദിക്കുന്നത് മണ്ടത്തരമാണോ എന്ന്, എങ്കിലും നമുക്ക് പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റും എന്ന് തോന്നിയിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇപ്പം സ്വാമി അങ്ങനെ ഒരു പ്രശ്നവും ഞാൻ അങ്ങനെ കാണാറില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളിപ്പം കുഴിച്ചങ്ങോട്ട് എത്തുമ്പോഴേ മനസ്സിലാവുള്ളൂ എന്താ അതിന്റെ അവസ്ഥ എന്നുള്ളത്. നമ്മളുടെ കാഴ്ചയിൽ ചിലപ്പം നിസ്സാരമായിട്ട് എടുക്കാമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും അങ്ങോട്ട് അടുത്തെത്തുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ടിലേക്ക് എത്താറുണ്ട്. അപ്പൊ ഒരു പ്രശ്നത്തിനും നിസ്സാരമായി കാണാറില്ല. പിന്നെ ചിലർ സംസാരിക്കുമ്പോൾ ഞാൻ ചിരിക്കാറുണ്ട്. അത് ചിലരെന്നോട് ചോദിക്കാറുണ്ട്, സ്വാമി ഇത്രയും പ്രശ്നങ്ങൾ പറയുമ്പോൾ എന്താ സ്വാമി ചിരിക്കണമെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ ആലോചിക്കുന്ന അതിന്റെ തൊട്ട് മുന്നേ ഉള്ള കോളാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഈ പ്രശ്നങ്ങൾ ഒരു പ്രശ്നങ്ങളെ അല്ല, അതുകൊണ്ട് ചിരിച്ചു പോണതാ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, തൊട്ട് മുന്നേ വിളിച്ചു പറഞ്ഞവൻ ജീവൻ പോകുന്ന കേസാ പറഞ്ഞിട്ടുണ്ടാവുക. ഇവൻ പറയുന്നത് മുടി കൊഴിഞ്ഞു പോണ പ്രശ്നമായിരിക്കും. അപ്പൊ ഏതിനാ ഞാൻ കൂടുതൽ തൂക്കം കാണണ്ടേ? അങ്ങനെ ചിലപ്പോൾ ചിരിക്കാറുണ്ട്. അപ്പൊ ആളുകൾ ചോദിക്കാറുണ്ട്, എന്താ സ്വാമി അങ്ങനെ ഞങ്ങൾ ഇത്രയും പ്രശ്നം, എന്റെ ശീലമാണ്, ഞാൻ അങ്ങനെ ചിരിക്കുന്നു എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. നിങ്ങളുടെ കാര്യം നടക്കണ്ടോ ഇല്ലയോ നോക്കിയാൽ പോരെ. ഞാൻ എന്ത് പറയുന്നു എന്ത് ചെയ്യുന്നു എന്നല്ല. പിന്നെ എനിക്കുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇച്ചിരി ദേഷ്യം കൂടുതലാണ്. അതെന്റെ ദേവതയുടെ സ്വഭാവം പോലെ ആയിരിക്കാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആരെയും ഇപ്പം എന്താ പറയാ, ഞാൻ പറഞ്ഞ് സാലറി എന്നുള്ളൊരു അവസ്ഥയോ അല്ലെങ്കിൽ കൂലി എന്ന് പറഞ്ഞ അവസ്ഥയിലോ ഞാൻ കർമ്മം ചെയ്യാത്തതുകൊണ്ട് തന്നെ എനിക്ക് ആരോടും പ്രത്യേക ഒരു മമത കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളെ ഞാൻ കെയർ ചെയ്യണമെങ്കിൽ നിങ്ങളിൽ നിന്നും എന്തെങ്കിലും ഞാൻ പ്രതീക്ഷിക്കണം, എങ്കിലേ ഞാൻ നിങ്ങളെ കെയർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ, അല്ലേ? ഇത് മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരെൻ്റെ അടുത്ത് വരുന്നവരെ ഞാൻ കെയർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം അവർക്കാണ് ആവശ്യം. അവരെന്നെ വിളിച്ച് ഫോളോ അപ്പ് ചെയ്യുന്നതിനനുസരിച്ച് അവർക്ക് മാറ്റം വരുന്നുണ്ട്. ഇപ്പൊ ഇന്ന് വിളിച്ച് കുറച്ച് കഴിഞ്ഞ് ഒരു 2-3 മാസം കഴിഞ്ഞിട്ട് വീണ്ടും വിളിച്ച് കണ്ട് നിന്റെ പ്രശ്നം തീർന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ നീ ഇന്നെ വിളിക്കേണ്ടെന്ന് തീർത്ത് ഞാൻ പറയും. ഇപ്പൊ എന്നെ വിളിക്കുന്ന ആളുകളോട് ഞാൻ പറയാറുണ്ട്, എല്ലാം തികഞ്ഞ ഒരാളല്ല ഞാൻ, എനിക്ക് ബോധ്യമുള്ളതുകൊണ്ട് തന്നെ ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ആദ്യം ഒരു നാണയം ഞാൻ പറയുന്ന രീതിയിൽ ഒഴിഞ്ഞു വെക്കുക, എന്നിട്ട് ഇത്ര ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ വിളിക്കുക. അതിന്റെ മാറ്റം എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഞാനത് ഏൽക്കത്തുള്ളൂ. കാരണം ഞാൻ തീർക്കേണ്ട പ്രശ്നങ്ങളെ എനിക്ക് തീർക്കാൻ പറ്റുള്ളൂ. നാട്ടിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീർക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. കാരണം അത്രമാത്രം കഴിവുള്ള ഒരാളാണ് ഞാൻ, എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. പക്ഷെ എന്റെ മെക്കിട്ട് വന്നാൽ ഞാൻ ചെയ്യും, അത് വേറെ കാര്യം. പക്ഷേ അവരോട് പറയുന്ന ഒരു കാര്യം എപ്പോഴും ഞാൻ ഇതാണ്. കാരണം അവരവർക്ക് 10 രൂപ ചെലവാക്കണമെങ്കിൽ, നിങ്ങളിപ്പം 10 രൂപ ചെലവാക്കണമെങ്കിൽ നിങ്ങൾ അതിന് 10 രൂപ ഉണ്ടാക്കണമെങ്കിൽ 20 രൂപയുടെ പണിയെടുക്കണം, അല്ലേ? എന്നിട്ടാണ് നിങ്ങൾക്ക് ആ 10 രൂപ കിട്ടുന്നത്. അത് നിങ്ങൾ ചെലവാക്കുമ്പോൾ അതിന് നിങ്ങൾക്ക് ഒരു 8 രൂപയുടെ ഗുണമെങ്കിലും കിട്ടണം. 2 രൂപ പോട്ടെ എന്ന് വിചാരിക്കണം, പക്ഷെ 8 രൂപയുടെ ഗുണം നിങ്ങൾക്ക് കിട്ടണം. എന്റെ രീതി അതാണ്. അപ്പൊ നിങ്ങൾ ആ പണം ചെലവാക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രമേ ഞാൻ നിങ്ങളുടെ പ്രശ്നം ഏൽക്കുള്ളൂ. പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഞാൻ നാണയം ഒഴിഞ്ഞു വെച്ചു, എനിക്കൊരു മാറ്റവും ഇല്ല. അപ്പൊ ഞാൻ അവരോട് തിരിച്ചു ചോദിക്കുക, എങ്ങനെയാ നിങ്ങൾ ഒഴിഞ്ഞു വെച്ചേ? ഞാൻ ഇത്ര പ്രാവശ്യം ഒഴിഞ്ഞു, ഞാൻ പറഞ്ഞതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത രീതിയിലായിരിക്കും ഒഴിഞ്ഞു വെച്ചിട്ടുണ്ടാവുക. സ്പോട്ടിൽ അവരോട് പറയുന്ന ഒരു രീതി ഇതാണ്, എന്നെ വിളിക്കണ്ട. കാരണം ഞാൻ പറഞ്ഞു തന്നതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്നെ വിളിച്ചിട്ട് കാര്യമില്ല. കാരണം ഇപ്പൊ നാളെ ഒരു പൂജ ചെയ്തു, നിങ്ങളുടെ എല്ലാ പ്രശ്നവും തീർന്നു എന്ന് പറഞ്ഞ് നിങ്ങളെ വിടാൻ എനിക്ക് പറ്റില്ല. കാരണം അത് നോക്കിയിട്ടും ഉണ്ടാക്കിയും ചെന്ന് ചെയ്യണം. ഇപ്പൊ ഞാൻ നിങ്ങൾക്കൊരു പൂജ ചെയ്തു, നിങ്ങൾക്ക് ഇപ്പം ഒരു വീരഭദ്രസ്വാമിയെ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ആയിട്ട് തന്നു. ഞാനവിടെ നിങ്ങളുടെ കർമ്മം ചെയ്തപ്പോൾ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ആയിട്ടൊരു വീരഭദ്രസ്വാമിയുടെ എനർജി നിങ്ങൾക്ക് അവിടെ പ്രൊട്ടക്ഷൻ ആക്കി വെച്ചു. ഈ വീരഭദ്രസ്വാമി എന്ന് പറയുന്ന അവസ്ഥയിൽ ഇതിന് ലോപനം സംഭവിക്കാം. ഇപ്പൊ ഒരു എനർജി എപ്പോഴും ഒരേ ലെവലിൽ തന്നെ നിൽക്കില്ലല്ലോ, അത് കൂടിയും കുറഞ്ഞും ഇരിക്കും. ഈ കുറയുന്ന സമയത്തായിരിക്കും നിങ്ങളുടെ ശത്രു ഇത് കാണുന്നതും അവൻ ചെയ്യുന്ന പണി നിങ്ങൾ കേൾക്കുന്നതും. അപ്പൊ എന്നോട് വിളിച്ചും കണ്ട്, ഞാൻ എന്താ കഴിഞ്ഞ മാസം ഒരു പൂജ ചെയ്താണ്, എനിക്ക് വീണ്ടും അനുഭവം. ഇത് ആ പൂജ കഴിഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾ എന്നെ ഓർത്തിട്ട് പോലും ഉണ്ടാവില്ല, അല്ലേ? അപ്പൊ ഈ ദേവന്റെ എനർജി നിങ്ങൾ എങ്ങനെ കൊടുക്കും? ഈ ദേവന്റെ എനർജി ഞാൻ തന്നെയാണ് കൊടുത്തോണ്ടിരിക്കണം. ഞാൻ ജപിച്ചുണ്ടാക്കുന്ന എനർജി വെച്ചിട്ടാണ് ഈ നിങ്ങൾക്ക് തന്നിരിക്കുന്ന രക്ഷയും ഞാൻ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ നിങ്ങൾ വിളിച്ചും പറഞ്ഞു ഇരുന്നാലേ എനിക്കത് ഓർമ്മയിൽ ഉണ്ടാവുള്ളൂ, ഞാനത് ബൂസ്റ്റ് ചെയ്യുള്ളൂ. കാരണം ഇന്നിപ്പം ദൈവം സഹായിച്ച് എനിക്ക് ഒരു ദിവസം എങ്ങനെ നോക്കിയാലും ഒരു 100 കോളിന്റെ അടുത്ത് വരുന്നുണ്ട്. ഈ കോളുകൾ ഞാൻ എടുക്കുന്നുണ്ട്, തിരിച്ച് വിളിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നതും ഇങ്ങനെ തന്നെയാണ്. ഞാൻ എല്ലാ ചാനലും പറഞ്ഞിട്ടുള്ളതും എന്റെ ചാനലിൽ പറഞ്ഞതും ഇത് തന്നെയാണ്. എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, വിളിച്ചുകൊണ്ടിരുന്നാൽ ഞാൻ എടുക്കില്ല. ഒന്നിൽ കൂടുതൽ പ്രാവശ്യം വെറുതെ ഇങ്ങനെ വിളിച്ചിട്ട് കാര്യമില്ല. ഞാൻ ഒരു 9 മണി തൊട്ട് 12 മണി വരെയുള്ള ഒരു ടൈമാണ് പ്രശ്നം നോക്കാനിരിക്കുന്നത്. അത് എല്ലാ ദിവസവും ഇരിക്കാനും പറ്റില്ല. ചില ദിവസങ്ങളിലൊക്കെ ഇപ്പം ഇന്നിപ്പം ഇങ്ങോട്ട് വന്ന പോലെ വേറെ എന്തെങ്കിലും കർമ്മങ്ങളും കാര്യങ്ങളുമായിട്ട് ഞാൻ പോകും. പിന്നെ
ഈ ദുരിതങ്ങളൊക്കെ ഏറ്റെടുത്താൽ മാത്രം പോരല്ലോ, ഇത് കൊണ്ടുപോയി ഒഴിവാക്കും വേണം. കാരണം ഞാൻ നിങ്ങളുടെ പ്രശ്നം ഞാൻ എൻ്റെ തലയിൽ എടുത്തു വെച്ചിട്ട് അതും കൊണ്ട് ഞാൻ നടന്നു കഴിഞ്ഞാൽ കുറച്ച് ദിവസം നടക്കുമ്പോൾ എനിക്ക് ക്ഷീണം തോന്നുന്നു. അപ്പൊ ഞാനിത് എവിടെയെങ്കിലും ഇറക്കി വെക്കണം. അതിന് പല ക്ഷേത്രങ്ങളായിട്ടുള്ള ദർശനങ്ങളും പല കാര്യങ്ങളിലും പോകണം. ഇപ്പോൾ ഒരു സ്ത്രീ എൻ്റെ അടുത്ത് അതേമാതിരി തന്നെ വിളിച്ച് അവർക്ക് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷെ അവർ നടക്കുന്നില്ല എന്നേ പറയുന്നു. കാര്യം നടക്കുന്നുണ്ടെന്ന് അവരെ അബദ്ധവശാൽ അവരെന്നെ പറഞ്ഞു പോകുന്നുണ്ട്. കാരണം പെട്ടെന്നൊക്കെ ഒരു ഇത് സംഭവിക്കുന്ന സമയത്ത് ഇപ്പോൾ അവരുടെ ഒരു ബോസ് ഇവരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് ഹസ്ബൻഡിനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. ആര് വിളിച്ചു പറഞ്ഞു ഞാനൊരു ചെറിയൊരു കാര്യം ചെയ്തു കഴിഞ്ഞപ്പോൾ ആ ബോസ് കാല് ഓടിക്കും, 2 കാലും പൊട്ടി. അവര് ബെഡ് റെസ്റ്റിലാണ്. അവരിതിനെ അറിയിക്കാതെ വെച്ചു. കുറച്ചു ദിവസം കഴിഞ്ഞ് അബദ്ധവശാൽ ഇവർ പറഞ്ഞു ഞങ്ങളെ ബോസ് ഇങ്ങനെ വീണ്. ഞാൻ ചോദിച്ചു എന്നാ പറ്റിയ? ഇന്ന ദിവസം. ഞാൻ നോക്കിയപ്പോൾ എന്റെ കർമ്മത്തിനോട് ബന്ധപ്പെട്ട് കണ്ടാണ് ഇവർക്ക് അത് പറ്റിയിരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞത് എന്താ നിങ്ങൾ പറയാഞ്ഞേ? അല്ല അതിന് മാത്രമൊന്നും ഇല്ലല്ലോ, ഇത്രയും 2-3 മാസം അവര് ലീവിന് പോകണമെങ്കിൽ അതിന് മാത്രം വലുത് തന്നെയല്ലേ അവർക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ നിങ്ങൾ എന്താ കിട്ടിയില്ല എന്ന് പറയുന്നത്? അങ്ങനെയല്ല. ശരി കുഴപ്പമില്ല, അവർ കുറച്ചൊരു ധാർഷ്ട്യം കാണിക്കുന്ന ഒരു സ്ത്രീയാണെന്ന് എനിക്ക് ആദ്യമേ അറിയാം. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല പോട്ടെ എന്നും പറഞ്ഞു. എനിക്കൊരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ഗ്രൂപ്പില് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ഈ വീഡിയോ കോൾ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് പലർക്കും. ഈ ഒരു ഹോമം എന്നൊക്കെ പറയുന്നതിന്റെ ഹോമത്തിന് ഇച്ചിരി കാശ് കൂടുതലാണ്. കാരണം ജെനുവിൻ മരുന്നുകളും പച്ചമരുന്നുകളാണ് ചെയ്യുന്നത്. ഏകദേശം ഒരു 4-5 മണിക്കൂർ ഇരുന്ന് ഹോമിക്കാൻ മാത്രമേ ഉണ്ടാവും. ഈ ഹോമിക്കാൻ വേണ്ട വിറക് തന്നെ ഏകദേശം ഒരു 30-35 കിലോ ലാവറകും ഒരു വലിയൊരു ചാക്ക് നിറച്ചും ചിരട്ടിയും അതേപോലെ ഒരു 3-4 ചാക്ക് ചേരിയും വേണം. അപ്പൊ അതിൽ അത്രയും നേരം കത്തണമെങ്കിൽ, ഇത്രയും സാധനം കത്തണമെങ്കിൽ എത്ര സാധനം ഞാൻ അതിലേക്ക് ഇടുന്നുണ്ടാവും? എങ്ങനെ നോക്കിയാലും മരുന്നുകൾ മാത്രം തന്നെ ഏകദേശം 35-40 കിലോ മരുന്നുകൾ തന്നെ ഉണ്ട്. പിന്നെ അതിന് വേണ്ട മറ്റു സാധനങ്ങളും ഒക്കെ പടം വരുന്ന സമയത്ത് ആ ഒരു അവസ്ഥ വരുന്നുണ്ട്. അപ്പൊ ഈ ഇത് പുള്ളിക്കാരി ഇതേമാതിരി ഇങ്ങനെ നിന്ന് ഇതാക്കിയപ്പോൾ ഞാൻ അവസാനം ഗ്രൂപ്പിൽ നിന്ന് ഇപ്പോൾ എൻ്റെ ഉത്സവം കഴിഞ്ഞപ്പോൾ ഉത്സവത്തിന് വരാൻ പറഞ്ഞതാണ് അവരോട്. അപ്പൊ അവര് പറഞ്ഞു സ്വാമി ഞങ്ങൾക്കൊന്നും നടന്നില്ല, പിന്നെ ഞങ്ങൾ എന്തിനാ അങ്ങോട്ട് വരുന്നു, കാര്യം നടന്നിട്ട് വന്നാൽ പോരെ. ശരി പിന്നെ അങ്ങനെ ആവട്ടെ എന്നും പറഞ്ഞു. അപ്പൊ അവര് ആ ഉത്സവം കഴിയുന്നവരെ ഞാനൊന്നും വേണ്ടിയില്ല. ഉത്സവം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഗ്രൂപ്പിൽ നിന്ന് ഞാൻ പറഞ്ഞു കഴിയുന്നവർ മാത്രം നിന്നാൽ മതി. കാരണം എനിക്ക് എൻ്റെതായ ഒരു രീതിയുണ്ട്, ആ രീതിയിൽ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രശ്നം തീർത്തരാം, അല്ലാതെ നിങ്ങളുടെ രീതിക്ക് എനിക്ക് നിൽക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് എന്നും പറഞ്ഞ് ഞാൻ ഗ്രൂപ്പിൽ ഒരു വോയിസ് തൊട്ട് അവര് വേറെ 3-4 പേരുണ്ടായിരുന്നു. ഒന്നും തീരെ ഗ്രൂപ്പിലുണ്ട് എന്നുള്ളൊരു അവസ്ഥയും പിന്നെ എന്നെ അറിയാം എന്നുള്ളൊരു രാഷ്ട്രീയം മാത്രമേ അവർ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളൂ. കാരണം പലരെയും വിളിച്ചും കണ്ട് എനിക്ക് ഒരാളെ റെക്കമെൻഡ് ചെയ്യുന്നത് എനിക്ക് താല്പര്യമില്ല. അപ്പം താങ്കൾ തന്നെ എന്നെ അറിയാം എന്ന് വിചാരിച്ചിട്ട് മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ എടുത്ത വഴിക്ക് പറയുന്ന അവരോട് വിളിക്കാൻ പറ എന്നാ പറയാറ്. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളെ എനിക്കാ കാണിച്ചു തരുന്നത്. ആ ദേഷ്യം അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവിനെ ഞാൻ പിടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഞാൻ അതിനെ ദ്രോഹിക്കുന്ന സമയത്ത് അതിന്റെ ഒരു ദോഷം നിങ്ങളിലേക്കും കൂടി ബാധിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇവരോട് പറയുന്നത് നിങ്ങൾ റെക്കമെൻഡ് ചെയ്യരുത്. അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്ന 2-3 പേരും കൂടി ഉണ്ട്. അവരെല്ലാരും പിടിച്ച് ഗ്രൂപ്പിൽ നിന്ന് പുറത്തു ചെയ്തു. അപ്പൊ ഈ പുറത്താക്കിയ സമയത്ത് ഈ സ്ത്രീ എടുത്ത വഴിക്ക് എന്നോട് പറഞ്ഞത് എന്താ വെച്ചാ, സ്വാമി ധാർഷ്ട്യം കാണിക്കരുത്, എന്താണ് ഞങ്ങൾക്കും മാനാഭിമാനങ്ങളുണ്ട്, ഞങ്ങൾക്കൊന്നും നടക്കാത്തതിനോണ്ട് ഞങ്ങൾ വരാഞ്ഞ്, ഞങ്ങൾ പൈസ തരാത്തതിനോണ്ടാണ് വരാഞ്ഞ്. ഇതൊക്കെയാണ് അവർ എന്നോട് തിരിച്ചു ഇങ്ങോട്ട് വെച്ചത്. ഞാൻ ആ ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങണം എന്ന് കുറെ വിചാരിക്കണം. ഞാൻ പിന്നെ സ്വാമിക്ക് എന്ത് തോന്നുന്നു വിചാരിച്ചിട്ട് ഇറങ്ങാത്ത. എന്താ അതിന് ചിന്തിക്കേണ്ട ആവശ്യം? അവർക്ക് ഇറങ്ങിപ്പോകൂലേ? ഞാൻ തിരിച്ച് മെസ്സേജ് ചെയ്യുമ്പോഴത്തേ അവർ ബ്ലോക്ക് ചെയ്തു. ഇനി ഇതിന്റെ ഭവിഷ്യത്ത് അവർ അനുഭവിക്കുമ്പോൾ അവർ തേടി വരും, അത് ഉറപ്പാണ്. കാരണം അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം പറ്റില്ലെങ്കിൽ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് മാന്യമായിട്ട് ഇറങ്ങിപ്പോ. ഞാൻ അവിടെ ആരെയും പിടിച്ചു വെക്കുന്നില്ല, ഒരാളുടെയും കാശ് മോഹിച്ച് ഞാൻ ഒരാൾക്കും ഒരു കർമ്മം ചെയ്യുന്നില്ല. അതെന്നെ അറിയുന്നവർക്കറിയാം. ഞാൻ അങ്ങോട്ട് കൊടുത്തേ ഉള്ളൂ, ഇങ്ങോട്ട് മേടിച്ചു വെച്ചിട്ടില്ല. പിന്നെ ഈ ഒരു ധാർഷ്ട്യം എന്നോട് കാണിക്കേണ്ട കാര്യമില്ല. പിന്നെ വിശ്വാസം ഇല്ലാത്തവൻ്റെ അടുത്ത് നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം, നിങ്ങൾക്ക് അനുഭവം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അംഗീകരിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. അത് മറ്റാരും പറയുന്നത് ഞാൻ കേട്ടിട്ടുമില്ല. അപ്പൊ പിന്നെ ഞാൻ അത്രയൊക്കെ കാണിക്കുമ്പോൾ പിന്നെ എൻ്റെ അടുത്ത് ഈ ഒരു റോങ് സൈഡിലേക്ക് വരേണ്ട കാര്യമില്ല. ഇപ്പൊ എൻ്റെ ഗ്രൂപ്പിലായാലും എനിക്ക് നെഗറ്റീവ് അടിക്കുന്ന, ഇപ്പം നമ്മൾ യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിൽ നെഗറ്റീവ് വരുന്ന ആളുകളുണ്ട്. ഈ നെഗറ്റീവ് വരുന്ന ആളുകളോട് ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നു, നിങ്ങൾക്ക് അനുഭവം ഉണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞോ, ഞാൻ തെറ്റുകാരനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തെറ്റുകാരനാണെന്ന് പറഞ്ഞു, എനിക്കതിൽ പ്രശ്നമില്ല. പക്ഷെ ഞാൻ തെറ്റ് കാണിച്ചിട്ടില്ലെങ്കിൽ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കരുത്. ഇത് പറയുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടു നടക്കുന്ന ആ രൂപത്തിലാണ്. ഇപ്പൊ താങ്കൾ തന്നെ ഈ ഒരു ദേവതയെ കൊണ്ടു നടക്കുകയാണ്. താങ്കളുടെ മനസ്സിനൊരു സങ്കടം വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്ന ആ ദേവതയ്ക്ക് അല്ലെ? അപ്പൊ ആ ദേവത റിയാക്ട് ചെയ്യും.
അത് നിങ്ങളൊന്നും ചെയ്യണം എന്നൊന്നുമില്ല. ഉം. അപ്പൊ ഇത്രയും കൂടുതൽ ദേവതകളെ കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനാകുമ്പോൾ, ദേവതകൾ മാത്രമല്ല, അപ്പൊ ഒരു നെഗറ്റീവ് ഫോം കണ്ടു കഴിഞ്ഞാൽ നെഗറ്റീവിനെ ഞാൻ എന്റെ കൂടെ നിർത്തുന്ന ഒരു സ്വഭാവം കൂടി എനിക്കുണ്ട്. ഉം. ഒരാളുടെ ബാധ ദുരിതത്തിലാണെങ്കിൽ അത് നല്ല ശക്തിയാണെങ്കിൽ ആ ശക്തിയെ ഞാൻ അതിന്ന് നെഗറ്റിവിറ്റി മാറ്റിയിട്ട് അതിന്റെ പോസിറ്റീവായിട്ട് ഞാൻ എടുക്കും. ഉം. എന്റെ കൂടെ നിർത്തുന്ന ഒരു രൂപം, അത് എന്റെ കരുക്കള് എന്നുള്ള രൂപത്തിലാണ് വെക്കാറ്. അപ്പൊ ആ ദേവതകളോ അല്ലെങ്കിൽ ആ ദേവതാ സാന്നിധ്യങ്ങളോ അല്ലെങ്കിൽ ആ ഒരു എനർജിയോ ഉണ്ടെങ്കിൽ ഇവരോട് പറയുന്ന രീതിയുണ്ട്, എന്നോട് തീർക്കുന്ന മാറ്റാൻ്റെ നെഞ്ച് വിളർക്കാൻ എന്നോട് ചോദിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവരെ കൂടെ നിർത്തുന്നത്. ആഹാ. അവരാ പണിയെടുക്കും, എനിക്ക് തടുക്കാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാ വെച്ചാൽ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, എന്നോട് എതിർക്കുന്നത് ആരായാലും നിങ്ങൾ പോയി അടിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ പോയി കൈ പിടിച്ചു വെക്കാൻ പാടുണ്ടോ? കാരണം മനുഷ്യരെ പോലെയല്ല, അവരോട് വാക്ക് പറഞ്ഞാൽ വാക്കാ. ചെയ്യണം എന്ന് പറഞ്ഞ് വിട്ടു കഴിഞ്ഞാൽ അവർ ചെയ്തിട്ടേ വരുള്ളൂ. അവർ സമയം എടുത്തിട്ടാലും ചെയ്യും. പിന്നെ ഒരു കർമ്മം ചെയ്താൽ ഇന്ന് ചെയ്താൽ നാളെ തന്നെ ഫലിക്കുന്ന ഒരു അവസ്ഥ അല്ല. ഉം. ഉണ്ടാവാം, എനിക്കില്ല. ഉം. അപ്പോ ഞാൻ അവരോട് പറയാറുണ്ട്, ഇപ്പൊ ഒരു കർമ്മം ചെയ്താൽ കുറഞ്ഞ സമയം നിങ്ങൾ വെയിറ്റ് ചെയ്യും, ഉം. എന്നിട്ട് അതിന്റെ വ്യത്യാസം എന്താണെന്ന് അറിയും. ഒരു 7 ദിവസമോ 3 ദിവസമോ ഒക്കെ പറയാറുണ്ട്. ഉം. അതിന്റെ ഉള്ളിൽ തന്നെ ഫലം കാണാറുണ്ട്. പക്ഷെ എന്നാലും- എങ്കിൽ പോലും പറയാറുണ്ട്. എന്നാലും ഒന്ന് ഇങ്ങനെ ആ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അനുഭവിച്ചത് സത്യമാണോ എന്ന് മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുക്കണം. ഉം. കാരണം മനുഷ്യന് എല്ലാത്തിനും സംശയമാണ്. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ അനുഭവം കൊണ്ടായിരിക്കാം, അവർ മുന്നേ പോയ ആളുകളുടെ അടുത്തുനിന്ന് കിട്ടിയ അനുഭവം കൊണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കും അവരങ്ങനെ ചിന്തിച്ചെന്നും പറയുന്നത്. താങ്ക് യു.